അവസാനം ഗബ്രി പോയപ്പോൾ ജാസ്മിൻ കരച്ചിലായി, പിഴിച്ചിലായി, തനിച്ചിരിക്കലായി. ഈ ആക്ടിംഗ് ആണോ എന്നറിയില്ല, എങ്കിലും ഈ ഓവറാക്കി ഉള്ള ഒരു ചളമാക്കൽ കണ്ടിട്ട് സ്വന്തം കൂട്ടുകാരി റസ്മിൻ പോലും ചോദിച്ചു പോയി, നിങ്ങളിത് പ്രീ പ്ലാൻ ചെയ്തതാണോ എന്ന്. ജാസ്മിൻ ആദ്യം അത് കേട്ടപ്പോൾ ഈശ്വര പൊളിഞ്ഞോ എന്ന രീതിയിലൊരു ചെറിയൊരു ചിരി വന്നെങ്കിലും അത് മറച്ചു വെച്ചിട്ടാണ് ജാസ്മിൻ ഉത്തരം കൊടുക്കുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ റസ്മിൻ, നിനക്ക് മനസ്സിലായത് തന്നെയാണ് ഞാൻ പറയുന്നത്. വീണ്ടും ജാസ്മിൻ പറയുന്നുണ്ട്, റസ്മിൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആക്ച്വലി എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ റസ്മിൻ തിരിച്ച് പറയുന്നുണ്ട്, നിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുകയാണ്, പല രീതിയിലുള്ള ആക്ഷൻസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ജാസ്മിൻ, നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് ഗബ്രി ആയിട്ടുള്ള ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ തോന്നുകയാണെന്ന്. അപ്പോൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, എന്താണേലും നിനക്ക് എന്തും വിശ്വസിക്കാം, നിനക്ക് തോന്നുന്നത് നിനക്ക് വിശ്വസിക്കാം, പക്ഷേ എനിക്കും അവനും അറിയാം ഞങ്ങൾ തമ്മിൽ എത്രത്തോളം ഉള്ള റിലേഷൻ ആയിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ അല്ലെങ്കിൽ റസ്മിൻ, നിൻ്റെ ഇഷ്ടമാണ്, നിനക്ക് എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് വിശ്വസിക്കണം, എന്ത് പറയണം എന്നൊക്കെ ഉള്ളത് നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് അവന് മാത്രം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് റസ്മിനോട് പറയുകയാണ്, ഞാനിവിടെ ഒന്ന് എഴുന്നേറ്റ് പോവുകയാണെന്ന് പറഞ്ഞു പോണു. റസ്മിൻ അവിടെ കിടക്കുന്നു. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, ദൈവമേ എന്നെ കൺഫ്യൂഷനിലാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഗബ്രി പോയതിന് ശേഷം ഗബ്രിയുടെ വസ്ത്രം എടുത്തണിയുന്നു, ഒറ്റയ്ക്കിരുന്ന് കരയുന്നു, ഫോട്ടോ നോക്കി വർത്താനം പറയുന്നു, നെസ്റ്റിൽ തന്നെ കിടക്കണമെന്ന് പറയുന്നു, നെസ്റ്റിൽ അവൻ കിടന്ന സ്ഥലമാണെന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ കൂടെ നടന്ന 24 മണിക്കൂറും കൂടെ നടക്കുന്ന സ്വന്തം ചങ്കായിട്ടുള്ള റസ്മിന് ഈ ഒരു സംശയം തോന്നുമെങ്കിൽ പിന്നെ പ്രേക്ഷകരുടെ കാര്യം പറയണോ? റസ്മിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ട് വീണ്ടും ഗബ്രിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ എല്ലാം കണ്ട് റസ്മിൻ വരെ പറയുക നമ്മളുടേത് ഫേക്കാണെന്ന്, എന്താടാ ഇതൊക്കെ എന്നൊക്കെ. അഭിഷേകും പറയുന്നുണ്ട് സായിയോട്, എന്തൊരു അഭിനയമാണ് ജാസ്മിൻ്റെ എന്ന്. അപ്പോൾ സായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ അഭിനയം അല്ലടാ, ശരിക്കും അവൾക്ക് വിഷമമുണ്ട്, അവൾ ഡൗൺ ആണെന്നൊക്കെ. പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും ഗബ്രി പോയതിൽ ജാസ്മിന് സങ്കടം ഉണ്ടോ, അതോ അപ്സര പറഞ്ഞ പോലെ അവർ പ്രീ പ്ലാൻ ചെയ്ത് വന്നതാണ്, പിന്നെ കളി കാര്യമായി പോയതാണ്?